നമസ്കാരം. ഞാൻ സിനിമാ വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം നിലമ്പൂരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രമായ ആട്ടിയമ്പാറയെക്കുറിച്ചാണ്. നിലമ്പൂരിൽ നിന്നും 13 കിലോമീറ്റർ അകമ്പാടം വഴി സഞ്ചരിച്ചാൽ നമുക്ക് ആട്ടിയമ്പാറ എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്താം. വളരെ ശക്തമായ വെള്ളച്ചാട്ടമാണ് ആട്ടിയമ്പാറയുടെ ഹൈലൈറ്റ്. കൂടാതെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും നിബിഡമായ വനഭൂമി ഇതെല്ലാമാണ് നിലമ്പൂർ ആട്ടിയമ്പാറയുടെ വിശേഷം. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ആട്യൻപാറ 3 ഭാഗവും പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് ആട്യൻപാറ എന്ന വെള്ളച്ചാട്ടം. ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത്. ഏതൊരാൾക്കും മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന പ്രകൃതി സൗന്ദര്യം ആട്യൻപാറയുടെ പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലവുമാണിത്. കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയവരും അബദ്ധത്തിൽ കാലുതെറ്റി വീണവരുമായി എത്രയോ പേർ കുതിച്ചു പായുന്ന ഈ കാട്ടാറിന്റെ മടിത്തട്ടിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തി സന്ദർശകർക്ക് സുഗമമായി ഇവിടേക്ക് നടന്നെത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായി ഒരു ഓഫീസ് നിർമ്മിച്ച് അവിടെ ജോലിക്കാരെ നിയമിക്കുകയും ചെയ്തു. ഇത് ആട്യൻപാറയിലേക്കുള്ള സന്ദർശകരിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും പ്രകൃതി സംരക്ഷണത്തിനും വഴിയൊരുക്കി. ഭാവിയിൽ നിലമ്പൂരിന് തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും ആട്യൻപാറ. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനോഹാരിത പോലെ തന്നെ അല്പം ഡേഞ്ചറസ് ആയ ഏരിയ തന്നെയാണ് ആട്ടിയമ്പാറ. നിരവധി പേർ ആ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളുമായി വരുമ്പോഴും നിങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുമായി സഹകരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.